നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കുട്ടികളോട് നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പാരൻസിന് പലപ്പോഴും മിസ്റ്റേക്ക് പറ്റുന്നതും അതിലുപരി നമ്മൾ ദേഷ്യമൊക്കെ വരുമ്പോൾ കൂടുതലായിട്ടും കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് സംസാരിക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ നമ്മൾ കഴിവതും കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുക. അതിൽ ഒന്നാണ് സിബ്ലിങ്സ്. അതായത് ഇപ്പോൾ സിബ്ലിങ്സൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ കമ്പാരിസൺ വളരെയധികം കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ രണ്ടുപേരും 2 ഇൻഡിവിജ്വൽ ആണ് എന്ന് മനസ്സിലാക്കി പെരുമാറണം എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ 2 ഇൻഡിവിജ്വൽ ആകുമ്പോൾ രണ്ടുപേരുടെ ക്യാരക്ടർ ഡിഫറെൻ്റ് ആയിരിക്കും, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചില കുഞ്ഞുങ്ങൾ തനിയെ കണ്ടറിഞ്ഞ് ചെയ്യുമായിരിക്കാം, മറ്റു കുട്ടി അത് ഇല്ലാണ്ടിരിക്കാം. പക്ഷേ നമ്മൾ ഈ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈ ഒരു കമ്പാരിസൺ വരുമ്പോൾ അവിടെ ആ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം കുറയുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ അങ്ങനെ ഒരു സിബ്ലിംഗ് കമ്പാരിസൺ നമ്മൾ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. സെക്കൻഡ് തിങ് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഫാമിലി ലൈഫ് ആകുമ്പോൾ പല രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സ് പാരൻസുകൾ തമ്മിലുണ്ടാവും. സോ ഇത് കഴിവതും കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മൾ സംസാരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് എടുത്തിടാനോ അവരുടെ മുന്നിൽ നമ്മൾ ആർഗ്യൂ ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ ഇത് കണ്ടിട്ടാണ് വളർന്നു വരുന്നത്. സോ ഈവൻ പിന്നീടും ഈ ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു ആർഗ്യുമെൻറ്റ് ആ ഒരു മെൻ്റൽ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര അധികം പൂവറായിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആർഗ്യുമെൻറ്റ് കണ്ട് വളരുമ്പോൾ നമ്മൾ ദേഷ്യം വരുമ്പോൾ പല രീതിയിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ സംസാരമായിരിക്കും നമ്മൾ സംസാരിക്കുന്നതും. സോ അങ്ങനെ വരുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് തെറ്റായ ഒരു ഇൻഫർമേഷനാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്നുള്ള രീതി മാറി എങ്ങനെ സ്നേഹിക്കണം എന്നുപോലും അറിയാത്ത കുട്ടികളായി മാറി തീരാനുള്ള ചാൻസസ് കൂടുതലാണ്. അടുത്ത മൂന്നാമത്തെ കണക്ക് പറച്ചിലിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഏത് കാര്യവും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞുങ്ങളോട് കണക്ക് പറയുന്ന ചില പാരൻസ് ഉണ്ടാവും. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ അത് ചെയ്ത് തന്നത്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വാങ്ങിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്നേഹക്കൂടുതൽ കൊണ്ടിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എങ്കിൽ കൂടിയും നമ്മളിങ്ങനെ ഓരോ കാര്യത്തിൽ ഇങ്ങനെ കണക്ക് പറയുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ മൈൻഡിൽ അതൊരു നെഗറ്റീവ് തോട്ട് എത്താനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ആ ഒരു വാല്യൂ ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് അവിടെ കുറയാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. സോ ഈ ഒരു രീതി നമ്മൾ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മൾ പറയാൻ പാടില്ല. പിന്നെ അടുത്തത് ഇമോഷണൽ നീഡ്സ് ആണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇമോഷണലി അവർ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് അഡൽട്സിന് മാത്രമല്ല ഈ ഒരു ഇമോഷണൽ നീഡ്സ് ഉള്ളത്, കുട്ടികൾക്ക് ഇമോഷണൽ നീഡ്സ് ഉണ്ട്. സോ അവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ അവരുടെ സന്തോഷം അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പെരുമാറണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അവരുടെ സങ്കടങ്ങൾ ചിലപ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടാറുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനോ ഒരു കാര്യമോ നമ്മുടെ പാരൻസിൻ്റെ മനസ്സിൽ തോന്നാറില്ല. സോ അവന് അവിടെ വിഷമിച്ചിരുന്നോട്ടെ എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒരിക്കൽ ചോദിക്കുമായിരിക്കും, ചിലപ്പോൾ ആ സമയം ആ കുഞ്ഞിൻ്റെ മനസ്സിലുള്ളത് നമുക്ക് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. പക്ഷേ നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചോദിക്കാനുള്ള ആ ഒരു ടൈം നമ്മൾ എടുക്കാനായിട്ട് ചാൻസസ് കുറവാണ്. സോ അങ്ങനെ നമ്മൾ പാടില്ല. സോ ഇമോഷണൽ ബോണ്ടിങ് അല്ലെങ്കിൽ ഇമോഷണൽ നീഡ്സ് എന്ന് പറയുന്ന കാര്യം കുഞ്ഞുമക്കൾക്കും ഉണ്ട്. സോ അത് നമ്മൾ മനസ്സിലാക്കി പെരുമാറണം എന്നുള്ളതാണ്. അടുത്തത് പറയാനുള്ളത് അപ്രീസിയേഷനാണ്. നമ്മൾ ഏതൊരു കാര്യത്തിന് അപ്രീസിയേഷൻ കൊടുക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ചില കുഞ്ഞുങ്ങൾ അതിൻ്റെ വാലിഡേഷൻ അല്ലെങ്കിൽ വാലിഡിറ്റി മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോൾ ഇന്ന കാര്യം ചെയ്താൽ നിനക്ക് ഇന്നത് മേടിച്ച് തരാം, അതൊരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കുന്നതാണ്. പക്ഷേ എല്ലാ കാര്യവും അങ്ങനെ ആവുമ്പോൾ ഈവൻ ആ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷന് വേണ്ടി മാത്രമായിരിക്കും ഓരോ ടാസ്ക് ചെയ്യുന്നത്. അത് നമ്മൾ തെറ്റായ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. കാരണം ഏതൊരു കാര്യത്തിന് അപ്രീസിയേഷൻ കൊടുക്കാതെ നമ്മൾ ഓരോ തിങ്സ് മേടിച്ച് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എന്ത് ചെയ്താലും ഓരോ കാര്യങ്ങൾ, ഓരോ ഗിഫ്റ്റ്, അങ്ങനെ ഒരു ശീലം നമ്മൾ കുഞ്ഞുങ്ങളിൽ വളർത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. താങ്ക് യു.